ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാർസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ നോളജ് ആൻഡ് കരിക്കുലത്തിലെ ലാസ്റ്റ് യൂണിറ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 5 ആണ് കരിക്കുലം ഇവാലുവേഷൻ ആൻഡ് ചേഞ്ച്. അപ്പോൾ തൊട്ട് മുന്നത്തെ 4 യൂണിറ്റുകൾ നമ്മൾ ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ല തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഇവാലുവേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവാലുവേഷൻ എന്താണെന്ന് നമ്മൾ അറിയാത്തവരല്ല, ഒരുപാട് ടോപ്പിക്കുകളിലായിട്ട് പഴയ സെമസ്റ്ററുകളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളവരാണ് ഇവാലുവേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കരിക്കുലം ഇവാലുവേഷൻ കോൺസെപ്റ്റ് ഡെഫിനിഷൻ എന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് കരിക്കുലം ഇവാലുവേഷൻ കോൺസെപ്റ്റ് ഡെഫിനിഷൻ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് മൊത്തത്തിലുള്ള ഇവാലുവേഷനെ കുറിച്ചാണ് അല്ലേ. ഇവിടെ അതായത് നമ്മൾ ഒരു കുട്ടിയുടെ പഠനം റിലേറ്റഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ, ഫോമാറ്റീവ്, സമ്മാറ്റീവ്, അങ്ങനത്തെയൊക്കെ ഇവാലുവേഷൻ്റെ പല സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ കരിക്കുലം ഇവാലുവേഷൻ, മൊത്തമായിട്ടുള്ള കരിക്കുലത്തിൻ്റെ ഇവാലുവേഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റും അതേപോലെ ഡെഫിനിഷനും നോക്കാം. അപ്പോൾ ഈ കോൺസെപ്റ്റിനും ഡെഫിനിഷനൊക്കെ ഇതേപോലെ പഠിക്കണമെന്നൊന്നുമില്ലാണ്ട് ഇതിന് തന്നെ പല പല എന്താ പറയുക തരത്തിൽ നമുക്ക് പറയാം, പല പല തരത്തിൽ നമുക്ക് പല സോഴ്സുകളും നീട്ടും, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മോഡൽ മാത്രമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ കോൺസെപ്റ്റ് എന്നുള്ളത് എന്താണ്? കരിക്കുലം ഇവാലുവേഷൻ അസസ്സസ് ദ effectiveness and the quality of a curriculum in achieving its intended goals and objectives. ഒരു കരിക്കുലത്തിന് അതിൻ്റെ എന്താ പറയുക ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ അത് നേടിയെടുത്തിട്ടുണ്ടോ എന്നത് നോക്കുന്ന ഒരു ഇവാലുവേഷനെയാണ് നമ്മൾ കരിക്കുലം ഇവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം. ഡെഫിനിഷൻ നോക്കുകയാണെങ്കിലോ, കരിക്കുലം ഇവാലുവേഷൻ ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് കളക്ടിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഡാറ്റ ടു ഡിറ്റർമൈൻ ദ സ്ട്രെങ്സ്, വീക്ക്നെസ്സസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് കരിക്കുലം ഓൺ സ്റ്റുഡൻറ് ലേണിംഗ് ആൻഡ് ഔട്ട്കംസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കരിക്കുലം ഇവാലുവേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിങ്ങനെ ഓർഡറിൽ വരുന്ന പ്രോസസ്സ്. അതിൽ എന്തൊക്കെയുണ്ട്? ഡാറ്റകൾ കളക്ട് ചെയ്യലുണ്ട്, അനലൈസ് ചെയ്യലുണ്ട്, അത് ഇൻ്റർപ്രറ്റ് ചെയ്യലുണ്ട്, എന്നിട്ട് അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ്, കരിക്കുലത്തിലുള്ള ഇമ്പാക്റ്റ് എന്താണ്, സ്റ്റുഡൻസിൻ്റെ ലേണിങ്ങിലുള്ള ഇമ്പാക്റ്റ് എന്താണ്, സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഔട്ട്കമ്മിൽ വരുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ കരിക്കുലം ഇവാലുവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കരിക്കുലം കൊണ്ട് നമ്മൾ ഓൾറെഡി കുറേ ഒബ്ജക്റ്റീവ്സ് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണല്ലോ നമ്മൾ കരിക്കുലം ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ, കുട്ടികളിൽ നിന്നും ആ ഒരു എന്താ പറയുക ഔട്ട്കംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതിനാണ് കരിക്കുലം ഇവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ അല്ലേ? ഇത്ര അതിനകത്തുള്ളൂ കേട്ടോ. പിന്നെന്താ സോഴ്സ്, ഡയമെൻഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് കരിക്കുലം ഇവാലുവേഷൻ. ഏതൊക്കെ തലങ്ങളിലുള്ള സോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കരിക്കുലം ഇവാലുവേഷൻ നടത്താമെന്നതാണ് അതിൽ ഫസ്റ്റ് പറയുന്നത്. സോഴ്സ്, ഡയമെൻഷൻസ് ഓഫ് കരിക്കുലം ഇവാലുവേഷൻ ആണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് രണ്ട് തരത്തിൽ, രണ്ട് ഡയമെൻഷൻസ്, രണ്ട് തലങ്ങളിൽ നമുക്ക് എന്താ പറയുക കരിക്കുലം ഇവാലുവേഷൻ്റെ സോഴ്സുകളെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന് ഇൻറ്റേർണൽ ഇവാലുവേഷൻ ആണ്, രണ്ട് എക്സ്റ്റേണൽ ഇവാലുവേഷൻ ആണ്. അപ്പോൾ ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കണ്ടക്റ്റഡ് ബൈ എഡ്യൂക്കേറ്റേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓർ ഇൻറ്റേർണൽ ഇവാലുവേഷൻ ടീംസ്. ഈ ഇൻറ്റേർണൽ ഇവാലുവേഷനിലുള്ള ഇവാലുവേഷൻസ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതൊക്കെ അതിനകത്ത് പെട്ടു. സൊമാറ്റീവും ഫോർമാറ്റീവും അങ്ങനത്തെ എല്ലാ ഇവാലുവേഷൻസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതായത് അത് നടത്തുന്നത് ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഉള്ളിൽ നിന്നും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നിന്നും നടത്തുന്ന ഇവാലുവേഷനാണ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ. അതിൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഇൻറ്റേർണൽ ഇവാലുവേഷൻ ടീംസ് ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും ചേർന്നിട്ടാണ് അത് നടത്തുന്നത്. ഫോക്കസസ് ഓൺ ഇംപ്രൂവിങ് കരിക്കുലം ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് സ്റ്റുഡൻറ് ഔട്ട്കംസ്. കുട്ടികളുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ടായെന്ന് അറിയാൻ, അതേപോലെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ്, അതേപോലെ തന്നെ കരിക്കുലത്തിൻ്റെ ഡിസൈനിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, അതിനെക്കുറിച്ചൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ നമ്മൾ നടത്തുന്നത്. പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഫോർ കരിക്കുലം റിഫൈൻമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കാണ്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്കും കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫീഡ്ബാക്കും കിട്ടുമെന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ ഇവാലുവേഷൻസും ഇൻറ്റേർണൽ ഇവാലുവേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് എക്സ്റ്റേർണൽ ഇവാലുവേഷൻ? എക്സ്റ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പുറത്തുനിന്നുള്ള ആളുകൾ നടത്തുന്ന ഇവാലുവേഷനാണ്. കണ്ടക്റ്റഡ് ബൈ എക്സ്റ്റേർണൽ എക്സ്പേർട്സ്, അക്രഡിറ്റേഷൻ ഏജൻസീസ് ഓർ ഗവൺമെൻറ് ബോഡീസ്. നമ്മളിപ്പോൾ നാക്കിൻ്റെ അക്രഡിറ്റേഷൻ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അവരൊക്കെ എന്താണ് നാക്കിൻ്റെ കാര്യത്തിനൊക്കെ വരുന്നത് പുറത്തുനിന്നുള്ള ആളുകളാണ്, കോളേജിൻ്റെ അകത്തുള്ള ആളുകളല്ല അല്ലേ. അത്തരത്തിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ട്, എക്സ്പേർട്സ് വന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേർണൽ ഇവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊവൈഡ്സ് ആൻ ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ് ഓഫ് കരിക്കുലം ക്വാളിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ്. അവിടെ നോക്കുന്നത് ആ കരിക്കുലത്തിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല ഓഫൻ യൂസ്ഡ് ഫോർ അക്കൗണ്ടബിലിറ്റി, അക്രഡിറ്റേഷൻ ഓർ പോളിസി മേക്കിംഗ് പർപ്പസസ്. എസ്പെഷ്യലി അക്രഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾക്ക്, അതേപോലെ പോളിസി മേക്കിംഗ് പർപ്പസുകളൊക്കെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. മറ്റത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും കരിക്കുലത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഇവാലുവേഷൻ നടത്തുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഒരു അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, അക്കൗണ്ടബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എക്സ്റ്റേർണൽ ഇവാലുവേഷൻ നടത്തുന്നത്.
മനസ്സിലായല്ലോ എന്താ കാര്യം എന്നുള്ള. അങ്ങനെ 2 തലങ്ങളിലാണ് കരിക്കുലം ഇവാലുവേഷൻ നടത്തുന്നത്. ഈ 2 തലങ്ങളിലും ബാക്കിയുള്ള എല്ലാ ഇവാലുവേഷനും ഉൾപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ആ ഉള്ളിലുള്ള സബ് പോയിന്റ്സ് ആയിരിക്കും പറയുന്നത് കാണാം, അതൊക്കെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ബ്രാഞ്ചുകളാണ്, 2 ഡയമെൻഷൻസ് ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ അതിൽ പറഞ്ഞ ടോപ്പിക് എന്തായിരുന്നു? ഫങ്ഷൻസ് ഓഫ് കരിക്കുലം ഇവാലുവേഷൻ. ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡൻറ്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ കരിക്കുലം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഓൾറെഡി ഉള്ള കരിക്കുലത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ടോ എന്നൊക്കെ നോക്കാൻ നമ്മൾ കരിക്കുലം ഇവാലുവേഷൻ യൂസ് ചെയ്യും. അക്കൗണ്ടബിലിറ്റി. എൻഷുർ അക്കൗണ്ടബിലിറ്റി ഫോർ എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഒക്കെ ഉറപ്പ് വരുത്താൻ ഉപയോഗിക്കാം. ഡിസിഷൻ മേക്കിംഗ്. ഇൻഫോം ഡിസിഷൻ മേക്കിംഗ് ഫോർ കരിക്കുലം റിവിഷൻസ് ആൻഡ് അപ്ഡേറ്റ്സ്. കരിക്കുലം റിവിഷൻസിനും അപ്ഡേറ്റ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. അസസ്മെൻറ്റ്. അസസ് സ്റ്റുഡൻറ്റ് ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് കരിക്കുലം എഫക്റ്റീവ്നെസ്. കുട്ടികളുടെ ലേണിംഗ് ഔട്ട്കംസ് എങ്ങനെയാണ്, കരിക്കുലത്തിന് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അസസ് ചെയ്യാനും കരിക്കുലം ഇവാലുവേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താ? ഫീഡ്ബാക്ക്. പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു എഡ്യൂക്കേറ്റേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മറ്റുള്ളവരെയൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ അറിയിക്കാൻ വേണ്ടി ഫീഡ്ബാക്ക് അറിയിക്കാനും ഈ പറയുന്ന കരിക്കുലം ഇവാലുവേഷൻ നമുക്ക് സഹായിക്കുന്നു. പിന്നെ അപ്രോച്ചസ് ടു കരിക്കുലം ഇവാലുവേഷൻ. പലതരത്തിലുള്ള അപ്രോച്ചസ് ആണ് നമ്മളിതിന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് അപ്രോച്ച് വരുന്നത് ഫോർമാറ്റീവ് വേഴ്സസ് സമ്മാറ്റീവ് ഇവാലുവേഷൻ ആണ് കേട്ടോ. ഫോർമാറ്റീവ് സമ്മാറ്റീവ് നമുക്കറിയാലോ, നമുക്ക് പുതുതായിട്ടുള്ള വിഷയമല്ല. ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്രൂവ് ആൻഡ് റിഫൈൻ ദ കരിക്കുലം ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നമ്മളിങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഐഡൻറ്റിഫൈ സ്ട്രെങ്സ്, വീക്ക്നെസ് ആൻഡ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. എവിടെയൊക്കെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം, എവിടെയാണ് ഇതിൻ്റെ സ്ട്രെങ്ത്, എവിടെയാണ് വീക്ക്നെസ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. ഓൺഗോയിങ് ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഓൺഗോയിങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഇവാലുവേഷൻ ആണ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ. അതേസമയം സമ്മാറ്റീവ് ഇവാലുവേഷൻ എന്താണ്? അവസാനം അല്ലേ, ലാസ്റ്റ് നടത്തുന്നതാണ് അല്ലേ. ആസസ് ദ ഓവറോൾ എഫക്റ്റീവ്നെസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ദി കരിക്കുലം. മൊത്തത്തിൽ ആ ഒരു കരിക്കുലം എന്ത് ചെയ്തു? ഒന്നുകിൽ സെമസ്റ്ററിൻ്റെ അവസാനത്തിൽ, അല്ലെങ്കിൽ ഒരു ഇയറിൻ്റെ അക്കാഡമിക് ഇയറിൻ്റെ അവസാനത്തിൽ, അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ അവസാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് സമ്മാറ്റീവ് ഇവാലുവേഷൻ. മെഷർ സ്റ്റുഡൻറ്റ് ലേണിംഗ് ഔട്ട്കംസ്, അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ്. കുട്ടികളുടെ ലേണിംഗ് ഔട്ട്കംസ് ആണ് അവിടെ നോക്കുന്നത്. തൊട്ട് മുകളിൽ എന്താ നോക്കിയാൽ ഇംപ്രൂവ്മെൻറ്റ്സ് ആണ്. ആ കുട്ടി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നാണ് നോക്കിയത്. ഇവിടെ നമ്മൾ ഫൈനൽ ഔട്ട്കം ആണ് നോക്കുന്നത്. ആ കുട്ടി അച്ചീവ് ചെയ്തത് എന്താണ്, ആ കുട്ടിയുടെ ഗോളിലേക്ക് എത്തി എന്നുള്ള ഫൈനൽ ഔട്ട്കം ആണ് സമ്മാറ്റീവ് ഇവാലുവേഷനിൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ നമ്മുടെ ചാപ്റ്ററുകളിലൊക്കെ ഫോർമാറ്റീവ് സമ്മാറ്റീവ് പഠിച്ചപ്പോൾ നമ്മൾ എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമ്മാറ്റീവ് ഇവാലുവേഷൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ സെമസ്റ്റർ എക്സാമുകൾ, അതേപോലെ വാർഷിക പരീക്ഷകളൊക്കെ അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർമാറ്റീവ് ഇവാലുവേഷൻ എക്സാമ്പിൾ നമ്മൾ ക്ലാസ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ മന്ത്ലി ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തില്ലേ, അത്തരത്തിലുള്ളതിനൊക്കെ നമ്മൾ ഫോർമാറ്റീവ് ഇവാലുവേഷൻ്റെ പെടുത്തിയിരുന്നു. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. പിന്നെ എന്താ? ടൈമിങ്. അറ്റ് ദ എൻഡ് ഓഫ് എ പ്രോഗ്രാം ഓർ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. ഏറ്റവും ലാസ്റ്റാണ് നമ്മളത് നടത്താറുള്ളത്. ഇനി സയൻറ്റിഫിക് വേഴ്സസ് ഹ്യൂമറിസ്റ്റിക് ഇവാലുവേഷൻ. ആ തരത്തിൽ നമുക്ക് കരിക്കുലം ഇവാലുവേഷൻ നടത്താവുന്നതാണ്. സയൻറ്റിഫിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്രോച്ച് വളരെ ഒബ്ജക്റ്റീവ് ആയിരിക്കും, എംപിരിക്കൽ ആയിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ എന്താണ്? മെത്തേഡ്സ് എന്താ? എക്സ്പെരിമെൻറ്റ്സ് ആയിട്ട് ചെയ്യാം, സർവേകളായിട്ട് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഫോക്കസ് മെഷറബിൾ ഔട്ട്കംസിലും എന്താ പറയുക, കോസൽ റിലേഷൻഷിപ്സിലായിരിക്കും. മെഷറബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഔട്ട്കംസ് ആണ് അവിടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് സയൻറ്റിഫിക്കലാണ്, അപ്പോൾ നമുക്ക് പ്രൂഫ് വേണം അല്ലേ. പിന്നെന്താ? ഹ്യൂമനിസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റീവാണ്, അതേപോലെ തന്നെ ഇൻ്റർപ്രിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ്. അവിടെ നമ്മൾ നോക്കുന്നത് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ്. മറിച്ച് അവിടെ ഒബ്ജക്റ്റീവ് അല്ല സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അവിടെ കേസ് സ്റ്റഡീസ് യൂസ് ചെയ്യാം, ഇൻ്റർവ്യൂസ് യൂസ് ചെയ്യാം, ഒബ്സർവേഷൻ യൂസ് ചെയ്യാം. നമ്മൾ നേരിട്ട് ചോദിച്ച് കോൺവെർസേഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു ഇവാലുവേഷൻ്റെ റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ഫോക്കസ് അവിടെ എന്തിലാണ് വരുന്നത്? അണ്ടർസ്റ്റാൻഡിങ് എക്സ്പീരിയൻസസ്, കോണ്ടെക്സ്റ്റ് ആൻഡ് മീനിങ്സ്. എക്സ്പീരിയൻസുകൾ മനസ്സിലാക്കുന്നതിൽ കോണ്ടെക്സ്റ്റ് മീനിങ്സ് ഒക്കെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഇൻട്രിൻസിക് വേഴ്സസ് പേ ഓഫ് ഇവാലുവേഷൻ ആണ് കേട്ടോ. ഇൻട്രിൻസിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ദ കരിക്കുലംസ് ഇൻഹറൻറ്റ് വാല്യൂ, ക്വാളിറ്റി ആൻഡ് മെറിറ്റ്. ഓൾറെഡി ആ ഒരു കരിക്കുലത്തിന് ഉള്ള വാല്യൂ എന്താണ്, ക്വാളിറ്റി എന്താണ്, മെറിറ്റ് എന്താണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യലാണ് ഇൻട്രിൻസിക് ഇവാലുവേഷൻ. പിന്നെ അതിൻ്റെ റെലവൻസ് എന്താണ്, കൊഹറൻസ് എന്താണ്, അലൈൻമെൻറ്റ് എന്താണ്, അലൈൻമെൻറ്റ് വിത്ത് ഗോൾസ്, കറക്റ്റായിട്ട് ആ ഗോൾസുമായിട്ട് അത് അലൈൻ ചെയ്ത് പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പർപ്പസ് എന്താണ്? ഡിറ്റർമൈൻ ദ കരിക്കുലംസ് വർത്ത് റിഗാർഡ്ലെസ് ഓഫ് എക്സ്റ്റേണൽ ഔട്ട്കംസ്. പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ കരിക്കുലത്തിൻ്റെ മാത്രം, അതിനെ മാത്രം മുന്നിലെടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ വർത്ത് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്.
പേ ഓഫ് ഇവാലുവേഷൻ എന്താണ്? അസസ് ദ പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ്, ഔട്ട്കംസ് ആൻഡ് റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓൾറെഡി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കരിക്കുലത്തിൻ്റെ പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് നമ്മൾ അവിടെ നോക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, ഇമ്പാക്ട് ഓൺ സ്റ്റുഡൻസ് ഫ്യൂച്ചർ. ഇവിടെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കുട്ടികളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. തൊട്ട് മുന്നത്തെ ഇൻട്രിൻസിക് ഇവാലുവേഷനിൽ നമ്മൾ പുറത്ത് ഒരു കാര്യം നോക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു കരിക്കുലം മാത്രം വെച്ചുകൊണ്ടാണ് നമ്മളവിടെ നോക്കുന്നത്. അപ്പോൾ പേ ഓഫിൻ്റെ പർപ്പസ് എന്താണ്? ഡിറ്റർമിൻ ദ കരിക്കുലംസ് വാല്യൂ ഇൻ ടേംസ് ഓഫ് ടാഞ്ചിബിൾ ഔട്ട്കംസ് ആൻഡ് ബെനിഫിറ്റ്സ്. കറക്റ്റായിട്ട് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന ഔട്ട്കംസും ബെനിഫിറ്റ്സും വെച്ചിട്ട് ആ ഒരു കരിക്കുലത്തിൻ്റെ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ ജസ്റ്റ് കരിക്കുലം മാത്രം കണ്ടിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്ക് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കരിക്കുലം ഇവാലുവേഷൻ. കരിക്കുലം ഇവാലുവേഷൻ്റെ നീഡ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്? ഫസ്റ്റ് നീഡ് നോക്കാം. ഐഡൻറ്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ്. ഏതൊക്കെ മേഖലകളിലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എൻഷുർ അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾഡ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കൗണ്ടബിൾ. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ഒക്കെ ആ കാര്യങ്ങൾ നമുക്ക് അക്കൗണ്ടബിൾ ആയിട്ട് നമുക്ക് വരുന്നുണ്ടോ എന്നത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ എന്താ? ഇൻഫോം ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എന്തൊക്കെ പാളിച്ചകളുണ്ട്, അതിൽ കറക്റ്റായിട്ടുള്ള ഡാറ്റകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം? റിവിഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ എന്താ? കീപ് കരിക്കുലം റെലവൻറ്റ് അലൈൻ വിത്ത് ചേഞ്ചിങ് സൊസൈറ്റൽ നീഡ്സ്. ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിന് ആവശ്യമായ രീതിയിൽ, കുട്ടികൾക്ക് ആവശ്യമായ രീതിയിലുള്ള കരിക്കുലത്തിനെ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് എന്ത് ഹെൽപ്ഫുൾ ആണ്? കരിക്കുലം ഇവാലുവേഷൻ്റെ ആവശ്യമാണ്. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കരിക്കുലം ഇവാലുവേഷൻ്റെ ഇംപ്രൂവ് സ്റ്റുഡൻറ്റ് ഔട്ട്കംസ്, എൻഹാൻസസ് ലേണിംഗ് എക്സ്പീരിയൻസസ്. കുട്ടികളുടെ ഔട്ട്കമ്മിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ എന്താണ്? എൻഹാൻസസ് സ്റ്റുഡൻറ്റ് ക്വാളിറ്റി, കുട്ടികളുടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നു. സപ്പോർട്ട്സ് അക്രഡിറ്റേഷനൊക്കെ നമുക്ക് സപ്പോർട്ടീവ് ആണ് അല്ലേ. ഫോസ്റ്റേഴ്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. കറക്റ്റായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് കുട്ടികളിൽ പരിപോഷിപ്പിച്ചെടുക്കാനും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഇനി ഇവാലുവേഷൻ ഫേസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഫേസ് വരുന്നത് പ്ലാനിങ് ഫേസ് ആണ്. പ്ലാനിങ് ഫേസ് ഇത് ഓരോന്നിനും ഒത്തിരി സബ് ഹെഡിങ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും നമ്മൾ കൊടുത്തില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇത് ആ ഫേസുകൾ മാത്രമേ നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അല്ല. അപ്പോൾ പ്ലാനിങ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഫൈൻ ഇവാലുവേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ്. അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാണ്. എന്താണ് ഒബ്ജക്റ്റീവ്, എന്ത് സ്കോപ്പാണ് ഈ കരിക്കുലം കൊണ്ടുള്ളത് എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഫേസാണ് പ്ലാനിങ് ഫേസ്. പിന്നെന്താ? ഐഡൻറ്റിഫൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദെയർ നീഡ്സ്. ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഉള്ളത്, അവരുടെ നീഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. ഡിറ്റർമൈൻ ഇവാലുവേഷൻ മെത്തഡോളജി ആൻഡ് ടൂൾസ്. കറക്റ്റായിട്ടുള്ള ഇവാലുവേഷൻ മെത്തഡോളജി, എന്ത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു, എന്തൊക്കെ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്ലാനിങ് ഫേസിലാണ്. പ്ലാനിങ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത എന്താണ്? എക്സിക്യൂഷൻ ആണല്ലേ, പ്രോസസ് ഫേസാണ്. അത് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന സമയമാണ്. ഇവാലുവേറ്റ് ദ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ്. ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. അസസ് പ്രോഗ്രസ്, ചാലഞ്ചസ് ആൻഡ് ഓൺ ഗോയിങ് ആക്ടിവിറ്റീസ്. അവിടെ ഇതിൽ ഓരോ പോയിന്റിലും നമുക്ക് ഓരോ ടോപ്പിക് ആക്കാട്ടെ, ഓരോ പോർഷനാക്കി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അതായത് ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ഡിഫൈൻ ഇവാലുവേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പിന് നമുക്കൊരു സെക്ഷൻ കൊടുക്കാം. പിന്നെ എന്താണ്? ഐഡൻറ്റിഫൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമുക്കൊരു സെക്ഷൻ കൊടുക്കാം. പിന്നെ എന്താണ്? ഡിറ്റർമിൻ ഇവാലുവേഷൻ മെത്തഡോളജി ആൻഡ് ടൂൾസിന് വേറെ സെക്ഷൻ കൊടുക്കാം. അങ്ങനെ ഓരോ ലൈനിനെയും നമുക്ക് ഓരോ പാരഗ്രാഫ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്? പ്രോസസ് ഫേസിൽ പിന്നെ വരുന്നത് അസസ് പ്രോഗ്രസ്, ചാലഞ്ചസ് ആൻഡ് ഓൺ ഗോയിങ് ആക്ടിവിറ്റീസ്. പ്രോഗ്രസ് എന്താണ്, ചാലഞ്ചസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഐഡൻറ്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഡ്യൂറിങ് ഇംപ്ലിമെൻറ്റേഷൻ. എവിടെയാണ് ഇംപ്രൂവ്മെൻറ്റ് ആവശ്യമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഫേസാണ് പ്രോസസ് ഫേസ്. പിന്നെ എന്താ? പ്രൊഡക്റ്റ് ഫേസ്. പ്രോസസ്സും ഇംപ്ലിമെൻറ്റേഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റാണ്, ഫൈനൽ ഔട്ട്കം കിട്ടുകയാണ് അല്ലേ. ഇവാലുവേറ്റ് ദ ഔട്ട്കംസ് ആൻഡ് റിസൾട്ട്സ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്കമ്മിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അസസ് ദ ഇമ്പാക്ട്, എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. അതിൻ്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഡിറ്റർമിൻ ദ ഓവറോൾ സക്സസ് ആൻഡ് വാല്യൂ ഓഫ് ദി കരിക്കുലം ഓർ പ്രോഗ്രാം. മൊത്തത്തിലുള്ള ആ ഒരു കരിക്കുലത്തിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സക്സസിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ലാസ്റ്റ് പ്രൊഡക്റ്റ് ഫേസിലാണ്. അപ്പോൾ ഇത് മൂന്നാക്കിയിട്ട് ചെറുതാക്കി തിരിച്ച് മൂന്നാക്കിയിട്ട് ആക്കിയിട്ടുള്ളെങ്കിൽ ആ മൂന്നിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും ഓരോ സെക്ഷൻസ് ആണ്, ഓരോ സബ് ഹെഡിങ്സ് ആണ് എന്നത് മനസ്സിലാക്കുക കേട്ടോ. അതൊക്കെ നമ്മളെ എക്സാമിന് മാർക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ എടുത്തു പറയുന്ന മോഡലുകളാണ് ടൈലേഴ്സ് ഒബ്ജക്റ്റീവ് സെൻറ്റേർഡ് ഇവാലുവേഷൻ മോഡൽ. അപ്പോൾ എന്താണ് ടൈലർ പറയുന്നത്? അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഒബ്ജക്റ്റീവ് സെൻറ്റേർഡ് ആണ്. അവിടെ ഏറ്റവും ഫോക്കസ് പോകുന്നത് എവിടേക്കാണ്? ഒബ്ജക്റ്റീവ്സിലേക്കാണ്. Taylor's model is widely recognized and used in curriculum development and assessment process. It focuses on setting clear educational objectives and systematically evaluating the effectiveness of a curriculum to achieve those objectives. Correct ആയിട്ട് എന്താ പറയുക, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിലും അതിൻ്റെ എഫക്റ്റീവ്നെസ് തിരിച്ചറിയുന്നതിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 4 പ്രിൻസിപ്പിൾസ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുണ്ട്.
ഇതിൽ തന്നെ ഈ പറഞ്ഞ 4 പ്രിൻസിപ്പിളെ നമുക്ക് 4 പാരഗ്രാഫ് ആക്കാം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ 4 പ്രിൻസിപ്പിൾസ് എന്താണ്? എഡ്യൂക്കേഷണൽ പർപ്പസസ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. ഡിഫൈൻ ക്ലിയർ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു വാല്യുവേഷൻ മോഡൽ ഉണ്ടാകുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കണം? കറക്റ്റായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? ലേണിംഗ് എക്സ്പീരിയൻസ്. സെലക്ട് റെലവൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. ആ ഒബ്ജക്റ്റീവ്സ് തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ പ്രിൻസിപ്പിളിൽ പറഞ്ഞ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ പാകത്തിന് റെലവൻ്റ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസുകൾ നമ്മൾ അവിടെ കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പ്രിൻസിപ്പിൾ. തേർഡ് പ്രിൻസിപ്പിൾ എന്താണ്? ഓർഗനൈസിംഗ് കണക്ഷൻ ആണ് കേട്ടോ. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞത് കണക്റ്റിംഗ് ആണ് ഈ സ്റ്റേജുകളും പ്രിൻസിപ്പിളൊക്കെ. തൊട്ട് മുന്നേ പറഞ്ഞ ലേണിംഗ് എക്സ്പീരിയൻസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഓർഗനൈസ് ചെയ്യാൻ പോകുന്നു. ഓർഗനൈസ് എക്സ്പീരിയൻസസ് ടു മാക്സിമൈസ് ലേണിംഗ്. മാക്സിമം കുട്ടികൾക്ക് ലേൺ ചെയ്തെടുക്കാൻ പാകത്തിന് അതിനെ ഓർഡർ ആക്കി എടുക്കുന്നു. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇവാലുവേഷൻ. അസസ് സ്റ്റുഡൻറ് ലേണിംഗ് ആൻഡ് പ്രോഗ്രാം എഫക്റ്റീവ്നെസ്. എങ്ങനെ സ്റ്റുഡൻറ് ലേണിംഗ് നമുക്ക് അസസ് ചെയ്യാം, അതേപോലത്തെ പ്രോഗ്രാം എത്രത്തോളം എഫക്റ്റീവായി എന്നൊക്കെ നമുക്ക് ഇവാലുവേറ്റും ചെയ്യാം. അങ്ങനെ 4 പ്രിൻസിപ്പിൾസ് ആണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മെയിനായിട്ടും ഓർക്കുക. ഇങ്ങനെ മോഡലുകൾ പേരെടുത്ത് ചോദിക്കും കേട്ടോ. പിന്നെ അതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടെ നോക്കാം. ഇപ്പം മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ക്ലിയർ ഫ്രെയിം വർക്ക്. കറക്റ്റായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഫ്രെയിം വർക്ക്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കരിക്കുലം ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ക്ലിയർ ഫ്രെയിം വർക്കോട് കൂടിയിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഫോക്കസ് ഓൺ ഒബ്ജക്റ്റീവ്. അവിടെ എന്താണ്? മെയിനായിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മെഷറബിൾ ഔട്ട്കംസ്. മെഷർ ചെയ്യാൻ പറ്റുന്ന ഔട്ട്കംസ് മാത്രമേ അതിനകത്ത് സ്വീകാര്യമായിട്ടുള്ളൂ. പിന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാനും എളുപ്പമാണ്. ഡിസഡ്വാൻറ്റേജ് നോക്കുമ്പോൾ ടു റിജിഡ്, ഭയങ്കര റിജിഡ് ആണ്. അതായത് മെനോട്ട് അക്കോമഡേറ്റ് അൺഎക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കംസ് ഓർ ചേഞ്ചസ്. ഒരു അപ്രതീക്ഷിതമായിട്ട് കറക്റ്റ് പ്ലാനിങ് അല്ലാതെ പ്ലാനിങ്ങിൻ്റെ പുറത്തേക്കൊരു ലേണിംഗ് ഔട്ട്കമോ ചേഞ്ചോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു മോഡൽ അനുസരിച്ചിട്ട്. പിന്നെ എന്താണ്? ഓവർ എംഫസൈസ് ഓൺ ടെസ്റ്റിങ്ങിലാണ് മെയിനായിട്ടും, അല്ലെങ്കിൽ എന്താ പറയുക, ടീച്ചിങ്ങിൽ നിന്നും ടെസ്റ്റിലേക്ക് മാറുന്ന തരത്തിൽ ടെസ്റ്റിങ്ങിനാണ് മെയിനായിട്ടും പ്രാധാന്യം അതിൽ കൊടുക്കുന്നത്. പിന്നെ ലിമിറ്റഡ് സ്കോപ്പാണ്. മേ ഓവർലുക്ക് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് സച്ച് ആസ് ക്രിയേറ്റിവിറ്റി ഓർ ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് എന്താ പറയുക, നമുക്ക് സ്കോപ്പിൻ്റെ ഫീൽഡ് നോക്കുകയാണെങ്കിൽ അത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. പിന്നെ അസ്യൂംസ് ലീനിയറിറ്റി. implies a linear relationship between objectives, learning experiences and outcomes. Learning experiences, objectives, outcome ഒക്കെ ആയിട്ടൊരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പിന്നെ ഇതിനകത്ത് പറയുന്നൊരു മോഡലാണ് റോബർട്ട് സ്റ്റേക്സ് കോൺഗ്രൻസി മോഡൽ. അപ്പോൾ ഇതിനകത്ത് എന്താ പറയണത്? ദ മോഡൽ ഇസ് ബേസ്ഡ് ഓൺ അസംഷൻ ദാറ്റ് കരിക്കുലം ഇവാലുവേഷൻ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ഡിറ്റർമിനിങ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ കരിക്കുലം ഇസ് കോൺഗ്രുവൻറ്റ് വിത്ത് ദ നീഡ്സ് ഓഫ് ദി സ്റ്റുഡൻസ് ആൻഡ് ദ കോണ്ടക്സ്റ്റ് ഇൻ വിച്ച് ഇസ് ഇംപ്ലിമെൻറ്റഡ്. അതായത് ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു കരിക്കുലം ഉണ്ടാക്കുമ്പോൾ അതിലെന്തുണ്ട്? തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഗോൾ ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു കരിക്കുലം അനുസരിച്ച് ഈ കുട്ടി പഠിച്ചിറങ്ങുമ്പോഴേക്കും ഇന്ന കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ടാവണം എന്നൊരു ഐഡിയ ആണ് ഒബ്ജക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. ഈ ഒരു ഒബ്ജക്റ്റീവ് കറക്റ്റായിട്ട് ഈ കരിക്കുലമായിട്ട് എങ്ങനെ അലൈൻ ചെയ്തു പോകുന്നു, എത്രത്തോളം അത് ഒത്തുപോകുന്നുണ്ട് എന്നതാണ് ഈ ഒരു റോബർട്ട് സ്റ്റേക്സ് കോൺഗ്രൻസി മോഡലിനകത്ത് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദ മോഡൽ എസെൻഷ്യലി, അതായത് ഒത്തുചേർന്ന് പോകുന്ന എത്രത്തോളം ഉണ്ട്, കറക്റ്റായിട്ട് ഒത്തുചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കലാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം. ദ മോഡൽ എസെൻഷ്യലി ഇൻവോൾവ്സ് ഗ്യാതറിംഗ് ഡാറ്റ ഓൺ ദീസ് 3 areas ആൻഡ് ദെൻ അനലൈസിംഗ് ദ കോൺഗ്രുവൻസ് ബിറ്റ്വീൻ ദ ഇൻറ്റൻഡഡ് ആൻഡ് ആക്ച്വൽ റിസൾട്ട്. അതായത് നമ്മളൊരു ഇൻറ്റൻഡഡ് ഓർത്ത് വയ്ക്കുക കേട്ടോ, ദ കോൺഗ്രുവൻസ് ബിറ്റ്വീൻ ദ ഇൻറ്റൻഡഡ് ആൻഡ് ആക്ച്വൽ റിസൾട്ട്. ഒരു ഇൻറ്റൻഡഡ് റിസൾട്ട് ഉണ്ടായിരിക്കും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും, അതിനൊരു ആക്ച്വൽ റിസൾട്ട് ഉണ്ടായിരിക്കും, നമുക്ക് ഓൾറെഡി നേടുന്ന കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ആക്ച്വൽ റിസൾട്ട് ഉണ്ടായിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷനാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അതേ റിസൾട്ട് തന്നെയാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ റിസൾട്ട് കിട്ടിയോ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപാട് താഴെയാണോ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്നുള്ള ആ ഒരു സംഭവത്തിനെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത്. തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഓൾസോ explores the contingency relationships between different variables to understand how various factors influence the program's effectiveness. ആ ഒരു പ്രോഗ്രാമിനെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ വേരിയബിൾസും, അതിപ്പോൾ നമ്മൾ ഹ്യൂമൻസ് ആയിട്ടുള്ള ഇപ്പോൾ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ എന്താ പറയുക ഫെസിലിറ്റീസ് ആവാം, അങ്ങനെ ഓരോ വേരിയബിൾസും എങ്ങനെ ആ ഒരു പ്രോഗ്രാമിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്നു എന്നതുകൂടെ അതിനകത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്, നമ്മുടെ ഇൻറ്റൻഡഡ് ആയിട്ടുള്ള റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും തമ്മിലുള്ള ബന്ധം നോക്കുന്നു. 2 എന്താണ്, ഓരോ വേരിയബിൾസും എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്നത്. ഈ 2 കാര്യങ്ങളെയാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്.
ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ. സിമ്പിൾ അല്ലേ, ഇത്രേ ഉള്ളൂ. നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടഫായിട്ടൊക്കെ ചിലർക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇത്ര അതിനകത്ത് വരുന്നുള്ളൂ. അതിനെ തന്നെ ഒന്നും കൂടെ സിമ്പിളാക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും വായിക്കുന്നതിന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റീവ്. ഫ്ലെക്സിബിൾ ആണ്. റെസ്പോൺസീവ് ഇവാലുവേഷൻ. കറക്റ്റായിട്ട് റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് വെറുതെ പറയുന്ന കാര്യങ്ങൾ അതേപടി എടുക്കാതെ അതിന് കറക്റ്റായിട്ടൊരു റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. കോണ്ടെക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ആ ഒരു കോണ്ടെക്സ്റ്റിനെ വെച്ചിട്ട് എൻവയറമെൻറ്റിനെ ആ ഒരു സർക്കംസ്റ്റൻസിനെ വെച്ചുകൊണ്ടാണ് നമ്മളവിടെ മനസ്സിലാക്കിയെടുക്കുന്നത്. പിന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ നോക്കുന്നത്. ഡിസഡ്വാൻറ്റേജ് നോക്കിയിട്ടുണ്ടെങ്കിലോ സബ്ജക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. പിന്നെ എന്താണ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു കോണ്ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ റിസൾട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇവാലുവേഷനിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ എന്താ ടൈം കൺസ്യൂമിംഗ് ആണ്. എളുപ്പത്തിലുള്ള ഒരു കാര്യമല്ല. അതായത് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്. പിന്നെ ഡിഫിക്കൽട്ടി ഇൻ റെപ്ലിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി വരുന്നത് കരിക്കുലം റിവിഷൻ ആണ് കേട്ടോ. കരിക്കുലം റിവിഷൻ എന്താണ്? കരിക്കുലത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്തെടുക്കലാണ് കരിക്കുലം റിവിഷൻ. കരിക്കുലം റിവിഷൻ ഇൻവോൾവ്സ് അപ്ഡേറ്റിംഗ്, റിഫൈനിങ് ഓർ മോഡിഫൈയിങ് എക്സിസ്റ്റിംഗ് കരിക്കുലം ടു. ഓൾറെഡി ഉള്ള കരിക്കുലത്തിനെ അപ്ഡേറ്റ് ചെയ്യലും റിഫൈൻ ചെയ്യലും മോഡിഫൈ ചെയ്യലും ഒക്കെയാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് എഫക്റ്റീവ്നെസ്. ആ ഓൾറെഡി ഉള്ള കരിക്കുലത്തിൻ്റെ എഫക്റ്റീവ്നെസ് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യുന്നു. ഇൻക്രീസ് റെലവൻസ്. അതിൻ്റെ ആ ഒരു റെലവൻസ്, ആ ഒരു പ്രാധാന്യം ആ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ഉള്ളതിനെ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അഡ്രസ് ഗ്യാപ്സ്. അറ്റ് പ്രസൻറ്റ് ആ ഒരു കരിക്കുലത്തിലുള്ള ഗ്യാപ്പുകളെയൊക്കെ നികത്തിക്കൊണ്ട് അവിടെ ഒരു ക്ലോസ് ആക്കി വെക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു. എൻഹാൻസ് ക്വാളിറ്റി. അതിൻ്റെ ക്വാളിറ്റിയും നമ്മൾ ഇൻക്രീസ് ചെയ്തത്. ഇത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനത് ഫുള്ള് വായിക്കാത്തത് കേട്ടോ. നിങ്ങൾ വായിച്ച് നോക്കണേ. പിന്നെ കരിക്കുലം ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻ. കരിക്കുലം ചേഞ്ചും ഇന്നോവേഷനും എന്തൊക്കെയാണ്? ഇതൊക്കെ സെയിം സാധനം. റിവിഷനും ചേഞ്ചും ഒക്കെ ഏകദേശം ഒരേ കാര്യം തന്നെയാണ്. Curriculum change involves significant modifications to the existing curriculum, often driven by changes in education policies or standards, advances in knowledge or technology, or societal or economic needs. Already ഉള്ള ഒരു കരിക്കുലത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ്. അത് ചിലപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ പോളിസിയോ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ അപ്പുറത്തെ ആ ഒരു എന്താ പറയുക നോളജിൻ്റെ കാര്യത്തിലോ ടെക്നോളജിയുടെ കാര്യത്തിലോ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യത്തിനോ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം. പക്ഷേ നമുക്ക് അവിടെ എന്താവശ്യമായിട്ട് വന്നു? ഓൾറെഡി ഉള്ള കരിക്കുലത്തിന് ഒരു ചേഞ്ച്, ഒരു മോഡിഫിക്കേഷൻ, ഒരു പുനരുദ്ധാരണം പോലത്തെ ഒരു കാര്യം നമുക്ക് ആവശ്യമായിട്ട് വന്നു. അതാണ് ഇവിടെ കരിക്കുലം ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This can include new teaching methods or materials, revised learning objectives or outcomes, and changes in assessment or evaluation methods. ഇതെന്തൊക്കെയാവാം? ടീച്ചിങ് മെത്തേഡ്സിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരലാവാം, പുതിയ മെറ്റീരിയൽസ് കൊണ്ടുവരലാവാം, അല്ലെങ്കിൽ പുതിയ ലേണിംഗ് ഒബ്ജക്റ്റീവ്സോ ഔട്ട്കംസോ കൊണ്ടുവരലാവാം, അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന രീതികൾ മാറ്റിയതാവാം. അങ്ങനെ എന്തൊക്കെ ചേഞ്ചസ് വരാമോ അതൊക്കെയും ഈ ഒരു കരിക്കുലത്തിനെ പോസിറ്റീവായി ബാധിക്കുന്ന തരത്തിൽ എക്സിസ്റ്റിംഗ് കരിക്കുലത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് കരിക്കുലം ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം. ഇനി കരിക്കുലം ഇന്നോവേഷൻ എന്താണ്? Involves introducing new creative or experimental approaches to curriculum design. ഓൾറെഡി ഉള്ള കരിക്കുലം ഡിസൈനിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള അപ്രോച്ചുകൾ കൊണ്ടുവരുന്നതാണ് കരിക്കുലം ഇന്നോവേഷൻ. അപ്പോൾ അതിൽ കണ്ടന്റ് ആവാം, ഡെലിവറി ആവാം, ഡ്രിവൺ ബൈ എമർജിംഗ് ട്രെൻഡ്സ് ഓൺ ടെക്നോളജീസ്, റിസർച്ച് ബേസ്ഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ഓർ എ ഡിസയർ ടു ഇംപ്രൂവ് സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് ഓർ ഔട്ട്കംസ്. Examples include integrating new technologies or digital tools, interdisciplinary or project-based learning approaches, and emphasizing skills like critical thinking, creativity or problem solving. കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് പോലത്തെ കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാനുള്ള എന്തെങ്കിലും സ്കില്ലുകളായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ ഡിജിറ്റൽ ടൂളുകൾ കൊണ്ടുവരുന്നതായിരിക്കാം. അതൊക്കെയും എന്തിൻ്റെ ഭാഗമാണ്? കരിക്കുലം ഇന്നോവേഷൻ്റെ ഭാഗമാണ്. The key difference between the two is that curriculum change focuses on updating existing practices. Already ഉള്ള പ്രാക്ടീസിനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കരിക്കുലം ചേഞ്ച്. while innovation introduces new approaches. ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ അപ്രോച്ച് കൊണ്ടുവരലാണ് കേട്ടോ. ബോത്ത് എയിം ടു ഇംപ്രൂവ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി, റെലവൻസ് ആൻഡ് എഫക്റ്റീവ്നെസ്. പക്ഷേ രണ്ടും ഒരേപോലെ തന്നെ എന്താണ്? ആ ഒരു എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് ചേഞ്ച്. കരിക്കുലം ചേഞ്ചിൻ്റെ പലതരത്തിലുള്ള ടൈപ്സ് ആണ് പറയുന്നത്. അത് പ്രധാനമായിട്ടും നമുക്ക് 4 ടൈപ്പായിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ. എങ്ങനെയൊക്കെ നമുക്ക് കരിക്കുലം ചേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പേര് തന്നെ നമുക്കുണ്ടല്ലോ, ഓൾറെഡി ഉള്ളതിനെ മാറ്റി വേറെ ഒന്ന് കൊണ്ടുവരും. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറ്റിയില്ല, ഓൾറെഡി ഉള്ള ടെക്സ്റ്റ് ബുക്കിനെ മാറ്റിയിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ടുവന്നു. This type of change involves replacing an existing component or element with a new one, often without significantly altering the overall framework or structure. For example, switching from a traditional textbook to digital one. അതായത് ഓൾറെഡി ഉള്ള ഒരു എന്താ പറയുക എക്സിസ്റ്റിംഗ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിനെ പുതിയതായിട്ട്
മാറ്റിവെക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നമ്മൾ ഒന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാറ്റി പുതിയ ടെക്സ്റ്റ് ബുക്ക് വരില്ലേ, അതതിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ട്രഡീഷണൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഡിജിറ്റൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലോട്ട് മാറ്റുന്നത്, അതൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. ആൾട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേഞ്ചസ്, ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുക, മൊത്തത്തിൽ മാറ്റുന്നില്ല, ചെറിയ ചേഞ്ചസ്. Alteration involves modifying an existing component or a process to improve or update it. Improve ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്താം. ദിസ് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ഓഫൺ ഇൻക്രിമെൻ്റൽ ആൻഡ് ബിൽഡ്സ് അപ്പോൺ വിച്ച് വാട്ട് ഓൾറെഡി എക്സിസ്റ്റ്. ഓൾറെഡി ഉള്ളതിൻ്റെ മുകളിലാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, റിഫൈനിങ് എ ടീച്ചിങ് മെത്തേഡ് ടു ബെറ്റർ എൻഗേജ് സ്റ്റുഡൻസ്. ഓൾറെഡി ഉള്ള ടീച്ചിങ് മെത്തേഡിനെ ഒന്നും കൂടെ ബെറ്റർ ആക്കി എടുക്കുക, അതിനൊരു എക്സാമ്പിളാണ്. പിന്നെ എന്താ പെർട്ടർബേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫേഴ്സ് ടു എ മോർ സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രപ്ഷൻ ഓർ ഷിഫ്റ്റ് ദാറ്റ് ചാലഞ്ചസ് എക്സിസ്റ്റിംഗ് നോംസ് ഓർ പ്രാക്ടീസസ്. മൊത്തത്തിലുള്ള ഒരു ചേഞ്ചാണ്. അതായത് ഓൾറെഡി ഉള്ള ഒരു നോമിനെ, ഒരു മോഡലിനെ, ഒരു പ്രാക്ടീസിനെ മൊത്തത്തിൽ അങ്ങോട്ട് എന്താ പറയുക, ഇളക്കി മറിക്കുക എന്ന് പറയില്ല, അങ്ങനെ പുതിയൊരു സിസ്റ്റം അവിടെ വരികയാണെങ്കിൽ അതാണ് പെർട്ടർബേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. This type of change can be transformative and may require substantial adjustment. അതിന് കാര്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. An example would be introducing a new technology that fundamentally changes how teaching and learning occur. ഓൾറെഡി ഉള്ള ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ഫണ്ടമെൻ്റലി തന്നെ മാറ്റിമറിക്കുന്ന പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, പെർട്ടർബേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ വരുന്നത് വാല്യൂ ഓറിയൻറ്റേഷൻ ആണ്. ദിസ് ടൈപ്പ് ഓഫ് ചേഞ്ച് ഇൻവോൾവ്സ് എ ഷിഫ്റ്റ് ഇൻ ദ അണ്ടർലൈങ് വാല്യൂസ്, ബിലീവ്സ് ഓർ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. അതുവരെ നിലവിലുള്ള വാല്യൂസിനെയും പ്രിൻസിപ്പിൾസിനെയും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന തരത്തിൽ, ചേഞ്ച് ചെയ്യുന്ന തരത്തിൽ വരുന്ന മാറ്റത്തിനെയാണ് വാല്യൂ ഓറിയൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. ഇറ്റ് ഈസ് അബൌട്ട് ചേഞ്ചിങ് ദ വേ പീപ്പിൾ തിങ്ക് അബൌട്ട് ആൻഡ് അപ്രോച്ച് ദെയർ വർക്ക് ഓർ ആക്ടിവിറ്റീസ്. For example, moving from a teacher-centered approach to a student-centered approach reflects a change in value orientation. ഓൾറെഡി നമുക്കറിയാം ടീച്ചർ സെൻറ്റേഡ് ആയിട്ടുള്ള അപ്രോച്ച് ഫോളോ ചെയ്യുന്നിടത്ത് പെട്ടെന്ന് സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആയിട്ട് മാറണത് എന്താ, മൊത്തത്തിൽ അതുവരെ ഫോളോ ചെയ്ത വാല്യൂസിനും നോംസിനും ഒക്കെ ഓപ്പോസിറ്റാണ്, അതായത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അത്തരത്തിലുള്ള ചേഞ്ചിനെയാണ് വാല്യൂ ഓറിയൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം. പിന്നെ പ്രോസസ്സ് ഓഫ് കരിക്കുലം ചേഞ്ചിൻ്റെ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ വരാം, ഫസ്റ്റ് നീഡ്സ് അസസ്മെൻറ്റ്, കറക്റ്റായിട്ട് നമ്മൾ അസസ് ചെയ്യണം അല്ലേ, എന്താണ് വേണ്ടതെന്ന് അറിയാൻ. ഐഡൻറ്റിഫൈ ദ നീഡ് ഫോർ ചേഞ്ച്, ഗ്യാതറിംഗ് ഡാറ്റ ആൻഡ് ഫീഡ്ബാക്ക് ഫ്രം സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്താണ് അവിടെ കറക്റ്റായിട്ട് ചേഞ്ച് വരുത്തേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള ഡാറ്റകളും ഫീഡ്ബാക്കൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ഡെവലപ്പ് എ ക്ലിയർ പ്ലാൻ ഇൻക്ലൂഡിംഗ് ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയൊരു പ്ലാൻ കൊണ്ടുവരണം. പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. റോൾ ഔട്ട് ദ ന്യൂ കരിക്കുലം, പ്രൊവൈഡിങ് സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്. ടീച്ചേഴ്സിനും സ്റ്റാഫിനൊക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് പുതിയൊരു കരിക്കുലം നമ്മളവിടെ സെറ്റ് ചെയ്ത് എടുക്കുകയാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ്ലി അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എ ന്യൂ കരിക്കുലം, ഗാദറിംഗ് ഫീഡ്ബാക്ക് ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ആസ് നീഡഡ്. വീണ്ടും അത് എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇനിയും വരുത്താനുണ്ട് എന്നത് നോക്കാം. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് കൊളാബറേഷൻ എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് എഡ്യൂക്കേറ്റേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ടു എൻഷുർ ദ കരിക്കുലം മീറ്റ്സ് ദ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് സൊസൈറ്റി. അതിലെല്ലാവർക്കും ഒരുപോലെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെ സ്ട്രാറ്റജീസ് ആൻഡ് മോഡൽസ് ഫോർ കരിക്കുലം ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻ. കരിക്കുലം ചേഞ്ചിനും ഇന്നോവേഷനും ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജികളും മോഡലുകളുമാണ് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജികളിൽ എന്തൊക്കെ നമുക്ക് പറയാം, rational empirical strategy. This approach relies on presenting logical, evidence-based arguments to convince stakeholders of the need for change. അതായത് കരിക്കുലം ചേഞ്ച് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണല്ലേ, അപ്പോൾ അതിന് എന്തൊക്കെ തന്ത്രങ്ങൾ, എന്തൊക്കെ സ്ട്രാറ്റജികൾ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പുതിയൊരു സംഭവം ചേഞ്ച് കൊണ്ടുവരുന്ന സമയത്ത് അതിന് എതിർപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൺവിൻസ് ചെയ്യിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നതാണ് ഇൻഡയറക്റ്റ്ലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റാഷണൽ എംപിരിക്കൽ സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റാഷണലി നമ്മൾ ആ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, ലോജിക്കലി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കരിക്കുലം മാറ്റുന്നത് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നതാണ്, ആ ഒരു സ്ട്രാറ്റജിയാണ് റാഷണൽ എംപിരിക്കൽ സ്ട്രാറ്റജി. It assumes that people will adopt change if they understand its benefits and are provided with sufficient data and research to support it. കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റയും അതിനെക്കുറിച്ചുള്ള പുതിയ സിലബസിൻ്റെ അല്ലെങ്കിൽ പുതിയ കരിക്കുലത്തിനെ കുറിച്ചുള്ള അറിവും ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ ചേഞ്ചുമായി ഡൈജസ്റ്റ് ആയി പോകും, അതിനെ അക്കോമഡേറ്റ് ചെയ്യുമെന്നാണ് പറയണം. ഇനി വരുന്ന അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് നോർമാറ്റീവ് എഡ്യൂക്കേറ്റീവ് സ്ട്രാറ്റജി. This strategy focuses on changing the values, norms and attitudes of individuals through education and persuasion. ഇവിടെ എന്താണ്, കറക്റ്റായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ പെർസ്വേഡ് ചെയ്ത് കൊടുക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ അറിയിക്കുക.
അതാണ് ഇവിടെ നോർമാറ്റീവ് എഡ്യൂക്കേറ്റീവ് സ്ട്രാറ്റജി. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇറ്റ് എയിംസ് ടു റീ എഡ്യൂക്കേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു അക്സെപ്റ്റ് ആൻഡ് സപ്പോർട്ട് ദ ചേഞ്ച് ബൈ ആൾട്ടറിങ് ദെയർ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് റീ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് ഡീറ്റെയിൽ ആയിട്ട് അല്ലേ. അടുത്തത് പവർ കോഴ്സീവ് സ്ട്രാറ്റജി. ഇവിടെ എന്താ വരുന്നത്? ദിസ് അപ്രോച്ച് യൂസസ് അതോറിറ്റി, പവർ ആൻഡ് സംടൈംസ് ഫോഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ചേഞ്ച്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു കൊടുത്തു, പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തു, എന്നിട്ടൊന്നും മനസ്സിലാവാത്ത സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക. പവർ പ്രയോഗിക്കുക. ഡയറക്റ്റ് നമ്മൾ ഒരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടീം തീരുമാനിക്കണം ഇതാണ് ഇനിയുള്ള കരിക്കുലം എന്ന് തീരുമാനിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം ഇല്ലയോ, അവരുടെ എതിർപ്പുണ്ടോ ഇല്ലയോ ഉണ്ടോ അതൊന്നും ശ്രദ്ധിക്കാതെ അവരത് പവർ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതാണ് പവർ കോഴ്സീവ് സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. ഇറ്റ് റിലൈസ് ഓൺ ദ എബിലിറ്റി ഓഫ് those in positions of power to mandate change, often through policies, regulations or laws. നിയമങ്ങൾ ഉപയോഗിച്ചിട്ടോ റെഗുലേഷൻ ഉപയോഗിച്ചിട്ടോ പോളിസി ഉപയോഗിച്ചിട്ടോ ആ ഒരു പവർ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ചേഞ്ച് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ആ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി വരുന്ന മോഡൽസ് ഫോർ കരിക്കുലം ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ഡെമോൺസ്ട്രേഷൻ മോഡൽ വരും. ദിസ് മോഡൽ ഇൻവോൾവ്സ്, അതായത് എങ്ങനെയൊക്കെ നമുക്ക് കരിക്കുലം ചേഞ്ചിൻ്റെ മോഡലുകൾ കാണിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡെമോൺസ്ട്രേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക അല്ലേ. ഷോക്കേസിങ് എ ന്യൂ അപ്രോച്ച് or innovation in a controlled setting, allowing others to observe and learn from its implementation. ഇത് ആരെയാണ് ബോധിപ്പിക്കേണ്ടത്? അവരെ തന്നെ ഇരുത്തിയിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് പുതിയ കരിക്കുലം വരാൻ പോകുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇൻസെൻറ്റീവ് മോഡൽ. ഇൻസെൻറ്റീവ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോഡൽ പുതിയ മോഡൽ അഡാപ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുക അല്ലേ. ദിസ് മോഡൽ യൂസസ് റിവാർഡ്സ് ഓർ ഇൻസെൻറ്റീവ്സ് ടു മോട്ടിവേറ്റ് ഇൻഡിവിജ്വൽസ് ടു അഡാപ്റ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ചേഞ്ചസ്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് പീപ്പിൾ ആർ മോർ ലൈക്ലി ടു ചേഞ്ച് ഇഫ് ദേ റിസീവ് ബെനിഫിറ്റ്സ് ഓർ റെക്കഗ്നിഷൻ ഫോർ ഡൂയിങ് സോ. എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിവാർഡ് കിട്ടുമെന്ന് അറിയുമ്പോൾ ആളുകൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. അപ്പോൾ അത്തരത്തിൽ ഇൻസെൻറ്റീവുകൾ ഏർപ്പാടാക്കുക. പിന്നെ ആക്ഷൻ റിസർച്ച് മോഡൽ. ദിസ് മോഡൽ ഇൻവോൾവ്സ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ റിസർച്ചേഴ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് ടു ഐഡൻറ്റിഫൈ പ്രോബ്ലംസ്, ഡെവലപ്പ് സൊല്യൂഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ചേഞ്ചസ്. കറക്റ്റായിട്ടുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ തന്നെ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്ത് ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. അതിൽ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുടെയും കൊളാബറേഷൻ കൊണ്ടുവരണം, എല്ലാവരെയും അതിൻ്റെ ഭാഗമാക്കണം. ഇറ്റ് എംഫസൈസ് സൈക്ലിക്കൽ പ്രോസസ് ഓഫ് പ്ലാനിങ്, ആക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ. അത് എല്ലാവരുടെയും പ്ലാനിങ്ങും ആക്ഷനും റിഫ്ലക്ഷനും ഒക്കെ അതിനകത്ത് ബാധകമാണ്. ആക്ഷൻ റിസർച്ച് മോഡലാണ് അല്ലേ. ആ റിസർച്ച് ചെയ്യാൻ പാകത്തിനുള്ളവരുടെ ആക്ഷൻ കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മോഡലാണ്. ദിസ് മോഡൽ റിലൈസ് ഓൺ ദി അതോറിറ്റി ആൻഡ് പവർ ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ചേഞ്ച്. അവിടെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഓഫൺ ഇൻവോൾവ്സ് ടോപ്പ് ഡൗൺ ഡിസിഷൻ മേക്കിംഗ് വർ ചേഞ്ചസ് ആർ മാൻഡേറ്റഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ എസ്റ്റാബ്ലിഷ് ചാനൽസ്. അവർ ഒരു തീരുമാനം മുകളിലുള്ള ആളുകൾ എടുക്കും, അത് താഴെയുള്ളവർ അത് ഒബേ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഗ്രാസ് റൂട്ട്സ് മോഡൽ. ദിസ് മോഡൽ ഇൻവോൾവ്സ് ചേഞ്ച് ഇനീഷ്യേറ്റീവ്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ ബോട്ടം അപ്പ്, ഓഫൺ ഡ്രിവൺ ബൈ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ഓർ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എല്ലാവരുടെയും ഭാഗമായിട്ട്, അതായത് താഴെ നിന്ന് മുകളിലോട്ട് വരുന്ന പോലെ ബോട്ടം അപ്പായിട്ട്, അതായത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഏറ്റവും താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതോറിറ്റിയുടെ കേസ് ഏറ്റവും താഴെ നിൽക്കുന്നവരുൾപ്പെടെ എല്ലാവരും അതിൽ ഭാഗമായിക്കൊണ്ട് അവരുടെ ഒക്കെയും ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടുള്ള മാറ്റം. ഇറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ഓണർഷിപ്പ് എമംഗ് ദോസ് ഹൂ വിൽ ബി ഡയറക്ട്ലി അഫക്റ്റഡ് ബൈ ദി ചേഞ്ച്. ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ട്ലി ബാധിക്കാൻ പോകുന്ന ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ ഭാഗമാക്കിക്കൊണ്ടുള്ളതാണ് ഗ്രാസ് റൂട്ട് മോഡൽ. ഇത്രയാണ് നമ്മുടെ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. താങ്ക്